നമ്മുടെ ചീരച്ചേമ്പ് ചട്ടിയിലിരുന്ന് അത്യാവശ്യം നന്നായി വളർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെടി തറയിലേക്കൊന്ന് നട്ടുകൊടുക്കാം. അല്ലാത്ത പക്ഷം ചെടിയുടെ വേര് ചട്ടിയിൽ തങ്ങി നിന്ന് വളർച്ച മുരടിക്കാൻ സാധ്യതയുണ്ട്. അടുക്കള ഭാഗത്തോട് ചേർന്ന് ചെറിയൊരു ഭാഗം കാട് പിടിച്ചു കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ ഭാഗം ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ ഔഷധ സസ്യമായ അയ്യമ്പനയും മത്തൻവള്ളിയും ഉള്ളത് കാരണം മമ്മട്ടി ഉപയോഗിച്ച് പൂർണ്ണമായും പുല്ല് വൃത്തിയാക്കാൻ പാടാണ്. കുറച്ചൊക്കെ കൈകൊണ്ട് തന്നെ ഒഴിവാക്കേണ്ടി വരും. മാവിന്റെ ചുവട്ടിലെ കരിയിലെയും പുല്ലുമൊക്കെ നേരെ ചാക്കുകളിലേക്കാണ് ഞാൻ വാരി മാറ്റിയത്. 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും അതിന്റെ മുകളിൽ കുറച്ച് വളവും മണ്ണുമിട്ട് മധുരക്കിഴങ്ങിന്റെയും കൂർക്കയുടെയും തണ്ടുകൾ നട്ടുകൊടുത്തു നോക്കണം. ചാക്കുകൾ 8 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുള്ളതിനാൽ ദീർഘകാല വിളകൾ ഒഴിവാക്കി 1 വർഷത്തിനുള്ളിൽ ആയുസ്സുള്ള ഹ്രസ്വകാല വിളകൾ നടന്നതാണ് അഭികാമ്യം. പുല്ല് വൃത്തിയാക്കിയ ശേഷം കുഴിയെടുത്ത് വളമിട്ട് ചട്ടി ഇറക്കി വെച്ചു കൊടുത്തു. ഈ ചട്ടി ഇങ്ങനെ ഇറക്കി വെച്ചതിന് ഒരു കാരണമുണ്ട്. എന്റെ കൃഷി വീഡിയോകൾ കാണുമ്പോൾ കുഴിക്ക് വലിപ്പം പോരാ എന്നെ കൂട്ടുകാർ പറയാറുണ്ട്. എന്നാൽ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുഴികളിലാണ് ഞാൻ ചെടികൾ നടാറുള്ളത്. ആ സംശയം ഒന്ന് മാറ്റാനാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത്. ശേഷം ചട്ടിയിൽ നിന്നും ചീരച്ചേമ്പ് വേർതിരിച്ച് നട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചീരച്ചേമ്പ് ഇവിടെ ഇരുന്ന് നന്നായി തഴച്ചു വളരട്ടെ. ഇവിടെ വരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.